Experience. என்ன சொல்லு போகிறாய், என்ன சொல்லு പോകിറായ്. സന്തോഷമാണല്ലോ. ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട പറ്റും. പിന്നെ ഉറപ്പായിട്ട് സന്തോഷിക്കണം. എന്താണ് സന്തോഷത്തിനുള്ള വഴി? ബൈക്ക് കച്ചവടത്തിൽ നേരെ കാറ് കച്ചവടത്തിലാണ്. അത് പറഞ്ഞിട്ടൊരു പുച്ഛ കിട്ടണം. പുച്ചോടാ, നീ നിന്റെ ചേട്ടൻ ഇതല്ലേ സ്ഥിരം പരിപാടി? ചേട്ടൻ കാണിക്കുന്നതിൽ ഉടായ്പല്ല, ഇത് പക്ക പെർഫെക്റ്റ് നാച്ചുറൽ ആണോ? എന്താണ് പരിപാടി? എന്താണ്? ഡൽഹി രജിസ്ട്രേഷൻ കാറുകൾ ഇവിടെ കൊണ്ടുവരുന്നു, നമ്പർ മാറ്റി മേവലയ്ക്ക് വിൽക്കുന്നു. മോഷണവശമൊന്നും അല്ലല്ലോ, ഉറപ്പല്ലേ? ഈ പോലീസ് കണ്ണോടെ എല്ലാത്തിനെ കാണല്ലേ മച്ചമ്പി, അങ്ങനെ നിസ്സാരവൽക്കരിക്കരുത്. എടാ, ഒരു പോലീസുകാരന് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കാണണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു പ്രതിയോ കുറ്റവാളിയോ ആയിരിക്കണം. ഇത് പക്ക നാച്ചുറൽ ആയിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അവസ്ഥാനം. പ്രതിക്ക് കുറ്റവാളിക്ക് ഇടയിലാണ് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആയിട്ടില്ലല്ലോ, ഇടയിൽ നിൽക്കുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് പറ, എന്നിട്ട് സംഭവം ഡൽഹി നിരോധിച്ച കാറുകളൊക്കെ ഇല്ലേ, അതിങ്ങോട്ട് കൊണ്ടുവരുന്നു. നമ്മൾ ഇച്ചിരി മേപ്പടിയൊക്കെ പരട്ടിയിട്ട് ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് മാറ്റി കൊടുക്കും. അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. ചീമ്പൻ ഉണ്ണിയുടെ കെറോഫാ. ഓ, ഇച്ചിരി പൈസ ലാഭം കിട്ടും അതിനകത്ത്. അത് കിട്ടിയിട്ട് വേണം ഒരു വിലസാൻ മച്ചമ്പി. എന്ത് ചെയ്യണ്ടേ? ഞാനൊരു പൈസ തരാണല്ലോ. ശരി, പൈസ അല്ല, ഒരുപാട് പൈസ തരാനുണ്ട്. എത്ര തരാനുണ്ടോന്ന് പറഞ്ഞായിരുന്നെങ്കിലേ. ഞാനങ്ങനെ അപ്പുറത്ത് കൊടുക്കുന്നത് ഇപ്പുറത്ത് എഴുതി വെക്കാറില്ല. എങ്ങനെ അപ്പുറത്ത് കൊടുക്കുന്നത് ഇപ്പുറത്ത് എഴുതി വെക്കാറില്ല? എന്നിട്ടാണോ അപ്പുറത്തുള്ള ആ സ്ത്രീക്ക് ഒരു 500 രൂപ കൊടുത്ത് പാലിന്റെ എന്ന് പറഞ്ഞ കണക്ക് പറഞ്ഞ് മെനഞ്ഞാന്ന് ചോദിച്ചത്? എന്ന് മെനഞ്ഞാന്ന് 500 അല്ല, 1500 രൂപ. അതെന്തുകൊണ്ടാണ്? അത് അവള് തരാന്ന് പറഞ്ഞ പൈസയാണ്. തരാന്നും പറഞ്ഞ് വാങ്ങുന്ന പൈസയും നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുത്തു എന്ന് താങ്കൾ കരുതുന്ന ആ ഒരു പൈസയുടെ കണക്കുണ്ട്, അത് എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ തരാം. എഴുതി വെച്ചിട്ടില്ല. എന്റെ കണക്കും പ്രകാരം 700 രൂപയാണ്. അതിന്റെ കൂടെ ഇപ്പൊ ഒരു 500 രൂപ തന്നാൽ നാളെ രാവിലെ 1200 രൂപ മച്ചമ്പിക്കാൻ തിരിച്ചു. ഓ, അത് ശരി. അതിനാണ് ഈ കറങ്ങി വന്നതല്ലേ നീ? മച്ചമ്പി, എനിക്ക് നാഗർകോവിൽ വരെ വണ്ടിക്കുള്ളിൽ പൈസ കേട്ടേ. നീ പോയില്ലായിരുന്ന? ഇല്ല, പോകാൻ വേണ്ടിയിട്ടാണ്. പോണോ? ഇനി പോണം. ചീമ്പൻ അവിടെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വേണം ഡൽഹി പോയി വണ്ടി ബുക്ക് ചെയ്യാൻ. നിന്റെ പറച്ചിലിട്ടത് നീ എടുത്തതാണല്ലോ തോന്നിയത്. എടുത്തു, വണ്ടി ഡൽഹി കിടപ്പുണ്ട്. അത് പോയി പാർട്ടികളുമായിട്ട് ഒരു അഡ്വാൻസ് മേടിച്ച് അവിടെ കൊണ്ടുവന്ന് അഡ്വാൻസ് മേടിക്കുന്നു, പൈസ വരുന്നു, ഇവരിടുന്ന പൈസ അവർക്ക് നേരെ ഇട്ട് കൊടുക്കുന്നു. നീ പോ, തരാം. അത് തരാന്ന് പറഞ്ഞാൽ എനിക്ക് എടാ ഗൂഗിൾ പേ ആണെന്നാ. ബസ്സിനകത്ത് കയറി ഗൂഗിൾ പേ കാണിക്കാൻ പറ്റുമോ മച്ചമ്പി? നിനക്ക് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താല് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ATM കയറി എടുത്തൂടെ? അങ്ങനെ ഒരു സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ മച്ചമ്പന്റെ കൂട്ടൊരു നിയമോപദേഷ്ടാവ് എന്നെ പോലുള്ള ബിസിനസ്സുകാരുടെ കൂടെ എപ്പോഴും വേണം. പറയുന്നത് കേട്ടിട്ടില്ലേ? നിയമോപദേഷ്ടാവ് കറക്റ്റ് ആണ്, പക്ഷെ ബിസിനസ്സുകാരൻ കറക്റ്റ് ആണോ അല്ലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ക ചെറുതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയാ നന്നായി കണ്ടാ മതിയടാ. അതെന്ത് മച്ചമ്പി അങ്ങനെ? നന്നായി കാണണം. മോഹൻലാല് വിയറ്റ്നാം കോളി പറയത്തില്ലേ, കുട്ടികളിൽ നിന്ന് തുടങ്ങുക. അതായത് ഇപ്പൊ കാറ്, ബൈക്ക്, ലോറി, പ്ലെയിന്, നാളെ ഈ ട്രെയിൻ പാളത്തിൽ കൊടുത്ത ജനശതാബ്ദി എക്സ്പ്രസ് ഒക്കെ അതിന്റെ അച്ഛനെ വരെ നമ്മൾ നടത്തും. ലല്ലേലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേണം കുരുക്കും, വേണം പാട്ടില്ലേ, വേണം കുരുക്കും കടങ്കഥ ചൊല്ലുവാൻ പോരാമോ? നേരത്തെ പോകുന്ന നാഗർകോവിൽ വരെ പോകാൻ പോകുന്നു. എവിടെ? നാഗർകോവിൽ കേട്ടിട്ടുമാ? തമിഴ്നാട് പക്കത്തിലെ ഒരു ചിന്ന ഗ്രാമം. നീ വരുമോ അങ്ങോട്ട് തിരിച്ച്? ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ വരത്തുള്ളൂ. അതുകൊണ്ട് റോസ്മേരി വിളിക്കുവാന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിപ്പണിയായിട്ട് ഈ ഏരിയയിലുണ്ട്, ഫോണിന് റേഞ്ച് ഇല്ല, നാഗൂരിൽ പോയ കാര്യം പറയരുത്. അപ്പൊ നീ എന്തോ കള്ളത്തരത്തിന് പോണതാ? കള്ളത്തരത്തിനല്ല, നല്ല 1 തരം 10 പൈസ ഉണ്ടാകുന്ന ഒരു കച്ചവടത്തിന് പോവാ. പിന്നെ റോസ്മേരിനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവള് സന്തോഷിക്കട്ടെ. കച്ചവടത്തിന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വീതം അവിടെ കണക്ക് പ്രകാരം കൊണ്ട് കൊടുക്കേണ്ടി വരും. അതിപ്പോ കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കണം, വല്ല കാലത്തല്ലേ കൊടുക്കുന്നത്? നല്ല കാലത്തോ മെനഞ്ഞാന്ന് പൈസ ഇട്ട് കൊടുത്തില്ലേ? ഇതിപ്പോ കടവാട കൊടുക്കണം, ടൂൾസ് മേടിച്ചാൽ 1-2 സാധനമുണ്ട്, സ്പെയർ പാർട്സ് പൈസ കൊടുക്കാനുണ്ട്. എന്തിനാണ് ഞാൻ നാഗർകോവിൽ പോകുന്നത് ചോദിച്ചില്ല? എന്തിനാ ചോദിക്കേ? കാറ് കച്ചവടം. കാറ് കച്ചവടം? ബൈക്കിൽ നിന്നൊരു ചെറിയ പ്രൊമോഷൻ കാറിലേക്ക്. അതായത് ഈ ഡൽഹിയിലൊക്കെ ഇപ്പം ചില വണ്ടികൾ നിരോധിച്ചിട്ടുണ്ട്, ഈ പൊല്യൂഷന്റെ പ്രശ്നമായി. അങ്ങനെയുള്ള വണ്ടികൾ, അതായത് ഈ എന്ത് പറയുന്ന മാലിന്യമുക്ത സംസ്ഥാനം ആ നിയമം കൊണ്ടുവന്നത് കൊണ്ട് കുറെ ടൈപ്പ് വണ്ടികൾ നിരോധിച്ചിട്ടുണ്ട്. ആ വണ്ടികൾ ചെറിയ വിലക്ക് ഇങ്ങോട്ട് എടുക്കുന്നു, രജിസ്ട്രേഷൻ മാറ്റുന്നു, വലിയ വിലക്ക് കച്ചവടമാക്കുന്നു. അത് കൊള്ളാം. അവിടെ ഓടിക്കാൻ പാടില്ലാത്ത വണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്ന് ഓടിക്കുന്നത്. ഇവിടെ ആ വണ്ടി ഓടാം, ആ നിയമം ഇവിടേക്ക് വന്നിട്ടില്ല. വരുന്ന വരെ ഓടിക്കാമല്ലോ. ചീമന്റെ കെറോഫി വന്നേ 2 ഇന്നോവ എടുത്ത 1 രൂപ അടുപ്പിച്ച് കമ്മീഷൻ കിട്ടും. വലിയ വണ്ടിയാണോ? വലിയ വണ്ടി, 7 സീറ്റർ. എത്ര രൂപയാകും? ആ വണ്ടി അവിടെ നിന്ന് ഒരു 7 രൂപ 8 രൂപയ്ക്ക് എടുക്കും. ഇവിടെ 10-12 രൂപയ്ക്ക് പോകും. 12 ലക്ഷവും എടുക്കാറുണ്ടല്ലോ. എന്റെ പൊന്നെ. പിന്നെ അവിടെ നിന്ന് നിന്നേ, അപ്പൊ ഈ 12 ലക്ഷമൊക്കെ കച്ചവടം നടത്തൂലേ?
എൻ്റെ മേടിച്ച് 750 രൂപ എനിക്കിങ്ങ് തരുമോ? ലക്ഷങ്ങൾ കയ്യിലിട്ട് അമ്മാനം മാടാൻ പോകുന്ന കൊടങ്ങാവള റോഡിനടുത്ത് 750 രൂപ നക്കിപ്പച്ച പറയാന്. നാളെ 1000 രൂപ തരും. വേണ്ട, എനിക്ക് 750 നക്കിപ്പിച്ചാൽ മതി. പുന്നാര ആങ്ങളയ്ക്ക് വില പേശി കൊടുക്കാനുള്ള പൈസ സഹിതം കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ പോള 500 പുള്ളിക്കാരൻ തന്നത് വേറെ കേസ്. പൈസ ആളെ തരാം. ഞാൻ കുളിക്കട്ടെ. മറക്കല്ലേ? ഇല്ല മറക്കട്ടെ. അത് പറഞ്ഞപ്പോഴാ താങ്കൾക്ക് വേണം ഞാൻ 1000 രൂപയുടെ ചേർത്ത് 2000 രൂപ തരാം. ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ഈ നാഗർകുലി പോയ കാര്യമോ കാറിന്റെ കച്ചവടം താങ്കളുടെ കെട്ടിയവനോട് യാതൊരു കാരണവശാലും പറയാം. പുള്ളിക്കും ചില കൂടായ്പ വണ്ടി കച്ചവടം ഉണ്ടല്ലോ. ഇപ്പൊ ഈ ചീമ്പൻ ഉണ്ണിയായിട്ട് ചെറിയൊരു പരിചയമുണ്ട്. ഇക്കാര്യം അറിയുമ്പോ ഇനി അടുത്ത കച്ചവടത്തിൽ ചീമ്പൻ ഉണ്ണിയായിട്ട് മുട്ടും. അത് നടക്കത്തില്ല. അതൊരു വശം. എനിക്ക് കിട്ടാൻ പോകുന്ന കമ്മീഷനകത്തൊരു വിഹിതം മേടിക്കും. അത് ഭീകരമായ മറ്റൊരു വശം. പറയരുത്. ആലോചിക്കാം. കുളിക്കട്ടെ. രണ്ടും കണക്കാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, ഭയങ്കര സന്തോഷമായി. എന്റെ പൊന്നു തങ്കച്ചേർത്തിയേ, ആ മോട്ടർ വെള്ളം തീർന്ന് മോട്ടർ ഇട. വെള്ളം തീർന്ന് മോട്ടർ ഇട പെണ്ണുപിള്ള. വരുന്നു വെള്ളമില്ല. ഇതൊക്കെ നോക്കിയിട്ട് വേണം കുളിക്കാൻ പോവാൻ. കുളി അങ്ങോട്ട് കയറാൻ മതിയല്ലോ. മനുഷ്യന് ആവശ്യത്തിന് പണിയുണ്ട് ഇവിടെ. നിന്റെ പുറകെ നടക്കലല്ല എനിക്ക് പണി. വെള്ളം കോരാനല്ല മോട്ടർ ഇടാനല്ലേ പറഞ്ഞോളൂ. മിണ്ടാതിരുന്നോ കേട്ടോ. ആ, ഇട്ടിട്ടുണ്ട്. 100 കൂട്ടാൻ പണിയുടെ എടുക്കാം. വെള്ളം തീർന്ന് ആ മോട്ടർ ഓൺ ചെയ്യ്. വെള്ളം തീർന്നാ? എന്താ വെള്ളത്ര വെള്ളം തീരാനെന്ത്? ഇന്നലെ അടിച്ചല്ലേ ഉള്ളായിരുന്നു. വൈകുന്നേരം തീർന്ന അങ്ങനെ. ആ, ഇപ്പൊ ഓൺ ചെയ്യാമോ? എടാ കൊണ്ടുവരട്ടേടാ. കണ്ണു തീർന്നു. എന്നാ ഇപ്പൊ വെള്ളത്തിന് എന്ത് ചെയ്യും ദൈവമേ? ഞാൻ എവിടെ കഴിവ് ഇറക്കാനാ? ആ, ഇതും കൊണ്ട് കുളിക്ക് ഇത്ര വെള്ളം ഉള്ളൂ. ഓണാണല്ലേ? എന്നാ എന്തിട്ട് അവൻ ഇതിനെന്തോ പറ്റിയിട്ടുണ്ട്. ഇത് ഓണാണ്. ഇത് ആരാണ് ചെയ്തത്? ഞാൻ. വെള്ളം വരുന്നില്ലല്ലോ. ഇല്ല. ഇനിയിപ്പൊ അതുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി എടുത്ത് കൊടുക്ക്. ബാത്റൂമിൽ ഉണ്ടെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ കാക്കക്കുളിയും വിളിച്ചോണ്ട് പോരും. നോക്കട്ടെ. ഓ, ചാവല്ലേ. കൊണ്ടുവരും. നോക്കട്ടെ. കനക, ഓ എടാ ഈ മോട്ടർ ശരിയാക്കടാ. എടാ, അത് ആളെ വിളിക്കാൻ പോവാം. ഇല്ല, അത് വെള്ളം ഉണ്ടോ നോക്കട്ടെ. നിന്റെ തല. മോട്ടർ കേടാവാൻ കണ്ട സമയം. മേടിക്കുമ്പോ നല്ലത് മേടിച്ചു വെക്കൂല. മനുഷ്യനെ തെറ്റില്ല. കൊടുത്തു. എന്റെ അമ്മ, എനിക്ക് പറ്റൂല കേട്ടോ. എല്ലാം ഈ വെള്ളം കോരലും പണിയും. എന്തൊരു വലിയ തൊട്ടിയ കൈ വേദന എടുക്കുന്നു. പോട്ട് സാരമില്ലേ, വേദനിച്ചല്ലേ. പിന്നെ ഇപ്പൊ മോട്ടർ നന്നാക്കാൻ ആളിനെയും കൊണ്ടുവരുമല്ലോ. അപ്പൊ നന്നാവും. അമ്മയ്ക്ക് അറിയാൻ പാടില്ല എന്റെ ബുദ്ധിമുട്ട്. അത് പോലെ. അയ്യോ ദൈവമേ, ഞാൻ എന്തുമാത്രം വെള്ളം ഈ കിണറ്റിൽ നിന്ന് കോരിയിട്ടുണ്ടെന്ന് അറിയാമോ? അന്നേ തന്നെടി, ഞങ്ങൾക്ക് അതൊക്കെ അന്നൊരു സന്തോഷമായിരുന്നു. അന്നേ ഈ ചുറ്റുവട്ടത്തെങ്ങും കിണറില്ലായിരുന്നു. ഈ നാട്ടിലെ ആദ്യത്തെ കിണറാ ഇത്. നിന്റെ അച്ഛനെ എങ്ങോണ്ടാ പോയൊരു കല്ലുവെട്ടാറിനെ കൊണ്ടുവന്നിട്ടാണ് ഈ കിണർ വെട്ടിച്ചത്. പിന്നെ ലില്ലിയുടെ അച്ഛനും നിന്റെ അച്ഛനും പിന്നെ ഈ നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തോടെയാണ് ഇത് സഹകരിച്ചിട്ടുള്ളത്. എല്ലാവരും കൂടെ സഹായിച്ചായിരുന്നു. പിന്നെ ഈ ഓരോ പടി വെട്ടുമ്പോഴും ഞങ്ങളെക്കാൾ സന്തോഷം നാട്ടുകാർക്കായിരുന്നു. എന്തോ ഒരാഘോഷമായിരുന്നെന്ന് അറിയാമോ? അത് ആദ്യത്തെ കിണർ വെട്ടലല്ലേ എടുത്തത്. വന്നല്ലോ. എന്താ എടാ? ഇല്ലമ്മാ, അവൻ ആറ്റിക്കൽ എന്തോ കല്യാണത്തിലാണ്ട് പോയി. വൈകുന്നേരം വരുവോളം. ദൈവമേ, നിനക്ക് വേറെ ആരെങ്കിലും നോക്കായിരുന്നില്ല എന്നാ? എടീ, ഇത് പ്രസന്നനല്ലേ സ്ഥിരമായിട്ട് ഇവിടെ എന്തെങ്കിലും കാര്യം വന്നാൽ നോക്കുന്നത്. മാത്രമല്ല അവൻ്റെ മേടിച്ച് വെച്ച മോട്ടറാ അമ്മ.
എന്തെങ്കിലും കുഴപ്പമുണ്ടാവും മാറ്റി തരുമാറേ. നമ്മൾ പറയുന്നതിന് പാട് നിനക്ക് ഞാൻ കോരി തരാം. ഓ ആ വെള്ളം കോരി കോരി ഉപ്പാട് വന്നിട്ട് എന്നിട്ട് എന്തോന്ന് എടി വൈകുന്നേരം വരും, മോട്ടർ കുഴപ്പമാണ് മാറ്റി തരും. ഞാൻ നിന്നോടല്ല പറഞ്ഞത്, ഞാൻ അമ്മേനോട് ചോദിച്ചതാ. എന്തോ വന്നിട്ട് അല്ലടാ, ഞാൻ ഈ കിണറിന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. കിണറിനും കഥ? പിന്നെ കിണറിന് കഥയില്ലേ? എല്ലാത്തിനും കഥയുണ്ട്. അറിഞ്ഞവർക്ക് അതൊരു അനുഭവം, കേൾക്കുന്നവർക്ക് അതൊരു കഥ. കഥ. അങ്ങനെ കിണർ വെട്ടി വെട്ടി അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ ഓ എന്ന് വെള്ളം കാണും, എപ്പോൾ വെള്ളം കാണും എന്നുള്ളൊരു വെപ്രാളവും അവർക്ക്. ഇടീ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു മഴ. അയ്യോ, മഴയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഴയാ, അത് കണ്ടുകൊള്ളൊരു മഴ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇടിയും മിന്നലും, ഭയങ്കര തകർന്ന് പിടിച്ച ഇടിയും മിന്നലും. ആളുകൾ എങ്ങോട്ട് കയറി പോവാനാ? അത് 4 പാടും അങ്ങ് ഓടിപ്പോയി. എന്നിട്ട് എന്തെന്നാണ് പിന്നെ കിണർ വെട്ടുകാരൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു 3-4 ദിവസത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം. നല്ല വെയിലും ഒക്കെ ഉണ്ടായി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വെട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വീണ്ടും മഴയെല്ലാം മാറി വീണ്ടും വെയിൽ വന്നപ്പം വീണ്ടും കിണർ വെട്ടി തുടങ്ങി. നാട്ടുകാരെല്ലാരും ഓടി വന്ന് അങ്ങനെ വെട്ടി 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 താഴോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ശബ്ദം. ആ എന്ത്? ഒരു പാറ. അയ്യോ, എന്നിട്ട് അത് പൊട്ടിക്കണം. അത് പൊട്ടിച്ചോ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? അമ്മയല്ലേ പറയണത്? അമ്മ പറ. അമ്മേ അല്ല, അവൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ പാറ പൊട്ടിച്ച്. അല്ല, ഈ ജനങ്ങളൊക്കെ കൂടി നിൽക്കുകയല്ലേ, അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ വല്ല കാപ്പിയോ വെള്ളമൊക്കെ ഉണ്ടാക്കണ്ടേ. ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് കാപ്പി തിളപ്പിച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു വിളി, രക്തം. ആര്? എന്റെ അച്ഛൻ. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എന്റെ ദൈവമേ, അതേപോലത്തെ ഒരു സന്തോഷമുള്ള മുഖം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറയല്ല, എന്തെന്ന് ചോദിച്ചിട്ട് പറയാൻ അദ്ദേഹത്തിന് വാക്കുകളില്ല. കിണറ്റില് വെള്ളം വന്നെന്ന് അത് പറയാൻ വയ്യ. ജനങ്ങൾ വിളിച്ചു പറയുന്നു, കിണറ്റിൽ വെള്ളം കണ്ടേ, വെളിയിൽ വെള്ളം കണ്ടെന്ന്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് അത് കാണാൻ പോകാൻ പറ്റും. എനിക്ക് കാണാനൊരു അപ്പുറം. അയ്യോ എടാ, നിന്നെ എനിക്ക് വയറ്റിൽ 7 മാസം. ഇവൻ അല്ലെങ്കിൽ അന്നേ രസം കൊല്ലിയ. പിന്നെന്തോന്നാണ്, പിന്നെ അദ്ദേഹം എന്നെയും വലിച്ചുകൊണ്ട്, എനിക്ക് പെട്ടെന്ന് പോകാനൊക്കത്തില്ലല്ലോ, അദ്ദേഹം എന്നെയും പിടിച്ച് പതുക്കെ കൊണ്ടുവന്ന് കിണറ്റിൻ്റെ ഒരു ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി നിർത്തി കിണറ്റിലോട്ട് ചൂണ്ടിക്കാണിച്ച്. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ കണ്ട് കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി വരുന്നത് എന്തോ ഒരു സന്തോഷമായിരുന്നെന്നറിയാമോ. നാട്ടുകാർ ആർപ്പ് വിളിയും തുടങ്ങി. വെള്ളം. പിന്നെ എത്രയോ നാൾ ഈ നാട്ടുകാർ മുഴുവനും ഇവിടെ നിന്നാണ് വെള്ളം കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും കോരിക്കൊണ്ട് പോണത്. ഞങ്ങൾക്കും അതിലൊരു പരാതിയില്ല, കിണറ്റിനും ഒരു പരാതിയില്ല. ആരും വന്നാലും പോയാലും. അതുകൊണ്ട് എന്താ, ഇന്നുവരെങ്കിലും ആ കിണറ്റിൽ വെള്ളം വറ്റിയിട്ടുണ്ടാ? എത്രയൊക്കെ വേനൽ വന്ന് നമ്മുടെ വീട്ടിൽ മാത്രമാണല്ലേ എന്തോരം വേനല് വന്ന്. ഒരിക്കലും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കനക, സുരേഷ് ഏട്ടൻ. നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്? സുരേഷ് അകത്തോട്ട് കയറി വാടാ. അവർക്ക് കുടിക്കാൻ ഒത്തിരി വെള്ളം എടുത്ത്. ഇരിക്കും സുരേഷ് ഏട്ടാ. അമ്മ കുഞ്ഞിനെങ്ങനെയുണ്ട്? ഓ, കുഴപ്പമൊന്നുമില്ല അമ്മ. ഒത്തിരി വിഷമിച്ചല്ലേ? ഓ, അതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഉള്ളതല്ലേ അമ്മ. ഞാൻ ഇപ്പൊ വരാം. സംസാരിച്ചോണ്ടി. ഉപ്പിട്ടാ? ഓ, എനിക്ക് ആ സുരേഷിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നതേ. അവനൊരു കാലം ആ കൊച്ചിന് വേണ്ടിയിട്ട് അവൻ കിടന്ന് ഓടി 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 അവൻ്റെ നിര്യാണം വന്നിരിക്കുകയാണ്. പാവം. ക്ഷീണിച്ചൊരു കോലമായല്ലേ? അല്ല, ക്ഷീണിച്ചു പോയി. നല്ല ഒത്ത മനുഷ്യനായിരുന്നു. വല്ലാത്ത അവസ്ഥയായി പോയി. ഇതുപോലെ മക്കൾക്ക് സുരേഷ് ഏട്ടനായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കുന്നു.
നമ്മൾക്കൊക്കെ വന്നെങ്കിലുണ്ടല്ലോ എമ്പന്റെ ചത്തേനെ. കാരണം എന്തൊരു സന്തോഷമായിരുന്നു ആ ചേച്ചി ഗർഭിണിയായി കഴിഞ്ഞപ്പോ എന്തോരു സന്തോഷമായിരുന്നു. വെള്ളം ഒഴിക്കണം കേട്ടോ, ഇച്ചിരി കൂടെ വെള്ളം. ആ കൊച്ചുണ്ടായ നാള് മുതൽ തുടങ്ങിയത് ആ ചേട്ടന്റെ. എന്തെങ്കിലും ഒരു നല്ലത് കൊടുക്കും അവർക്ക്. എന്ത് നല്ലത് എൻ്റെ പൊന്നെ, പൈസ മുഴുവൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാ എന്തോരം പൈസ കിട്ടണതാ. 1 രൂപ ഭാഗത്തിന്റെ കയ്യിൽ ഉണ്ടാവില്ല. പിന്നെ കനകനല്ലേ സഹായിക്കണം മുഴുവൻ. എന്തോരം ലീവ് എടുത്ത് ഏതൊക്കെ ആശുപത്രി കൊണ്ടുപോയി. കുറേ നാള് തമിഴ്നാട്ടിൽ പോയി കിടന്ന ഓർമ്മയുണ്ടോ? തമിഴ്നാട്ടിൽ അവിടെ നിന്ന് ചികിത്സിക്കുമായിരുന്നു. എന്നിട്ടും ശരിയായില്ല. നോക്കിയമ്മേ, മതി മതി മതി, കൊള്ളാം. എന്നിട്ട് അവസാനം ജോലി വരെ പോകുന്നായി പോയതാ. അത് ലീവ് എടുത്ത് എന്ത് ലീവ് എടുത്തത്? പോകാറില്ലല്ലോ. അതൊരു വല്ലാത്തതാണ്. അതെങ്ങനാ ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിഞ്ഞൂടെ അവന്റെ ചെറുക്കൻ ഇങ്ങനെയാണ് ലീവ് എടുക്കണമെന്നുള്ളത്? അതൊരു മനസാക്ഷി വേണ്ടേ അവർക്ക്? ഉദ്യോഗസ്ഥന്മാർക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ട് എപ്പോഴും പണിയുള്ളത്. അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവര് മേളിലോട്ടൊന്നും അറിയിക്കാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു മനുഷ്യന് ദൈവം ഗതികേട് കൊടുക്കുവോ? ആയാ കൊണ്ട് കൊടുക്കാം. വരാനുള്ള മാർഗമില്ല. അതുണ്ട്. രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ വെള്ളം എനിക്ക് വേണ്ടായിരുന്നു. കുടിച്ചോ. എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഞങ്ങൾക്ക് പല കാര്യങ്ങളില്ലേ. ചുമ്മാ വിഷയം മാറ്റിയതുപോലെ തോന്നി. കള്ളത്തരം. ആര്? ഞങ്ങള് പോലീസുകാരല്ലേ? പക്ഷെ നല്ല കള്ളത്തരം ഉണ്ട്. അത് നിന്റെ കെട്ടിയാണ്. പോടാ അവിടുന്ന്. എന്താ പറഞ്ഞോ ഒന്നുമില്ല തങ്കം. എൻ്റെ ഒരു ബന്ധു ഒരു സുതാരമാവനുണ്ട്. പുള്ളിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. എപ്പോഴ്? 2 ദിവസമായി. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റി? എന്നിട്ട് കാല് പോകുമെന്ന് വിചാരിച്ചു. ദൈവമേ. പക്ഷേ എന്തോ അയാളുടെ ഭാഗ്യോ അയാളുടെ മക്കളുടെ ഭാഗ്യോ എന്തായാലും ശരിയായി. മക്കള് ഒരു പയ്യനുണ്ട്. അവൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന പയ്യനാണ്. അവൻ ഇപ്പം ഡോക്ടറായി. അവൻ്റെ ഫാമിലി എല്ലാവരും വിദേശത്താണ്. അവൻ കിട്ടിയ പെണ്ണും ഡോക്ടറാണെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. സമയത്തിന് ഇപ്പം ഞാനേ ഉള്ളൂ അടുത്ത്. എന്താ അവന് അച്ഛനെ വേണ്ടേ? പക്ഷേ അങ്ങനെയൊന്നുമില്ല. കാശുണ്ടെങ്കിലും തങ്ക ഓടി വരാൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങ് അമേരിക്കയിലല്ലേ. ഇപ്പം അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ. പിന്നെ എനിക്കൊരു സഹായത്തിന് ഇവൻ. അങ്ങനെ വന്നതാണ് ഞാൻ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വേറെ ആയില്ലൊന്നും. എല്ലാ വീട്ടിലും ഇത് തന്നെയാണ്. നാട്ടിൽ മക്കള് ആർക്കും എല്ലാവരും നോക്കുമ്പോൾ എന്താണ് മക്കൾ അവരെ നോക്കുന്ന ആളില്ലെന്ന് പറയും. പക്ഷെ പരാതി പറഞ്ഞ പേരൻസിന് തന്നെ പറയണോടി. ഇപ്പൊ എന്താ പറ്റി? അച്ഛനും അമ്മ അവരെക്കാളും നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചില്ലേ? നമ്മളെ മക്കളെ ഇപ്പൊ മുത്തനെ എവിടെ ഡോക്ടറെ വേണ്ടി വിട്ടേക്കല്ലേ നമ്മള്? ഈ പിള്ളേര് പഠിച്ച് വരുമ്പോഴാ നല്ലൊരു കുടുംബത്തിൽ കയറി കല്യാണം കഴിപ്പിക്കും. അപ്പൊ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നങ്ങ് പോവാ അവര്. പിന്നെ ഒരു ആവശ്യത്തിന് അവര് നമ്മളെ കിട്ടൂല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാ അവനാ. ആടാ. ഞാൻ ഇപ്പം പുറത്തോട്ട് ഇറങ്ങിയുള്ളൂ. ഞാൻ തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. മോനാ? ഞാൻ ഇറങ്ങട്ടെടാ. അമ്മ എന്തായാലും ഭാഗ്യവതിയാണ്. ഇടതും വലതുമായി 2 മക്കളും ഏത് സമയത്തും വിളിച്ച കൂടെ ഉണ്ടല്ലോ. നമ്മളെ കുഞ്ഞ് ഇനിയിപ്പം നമ്മുടെ ആവശ്യത്തിന് കാണുമെന്നുള്ളത് ദൈവത്തിനറിയാം. രത്നം, നാളെ ഞാനില്ലാതെ വന്നാലും എൻ്റെ മക്കൾ, നമ്മുടെ മക്കൾ നിന്നെ പൊന്നുപോലെ നോക്കും. അതെനിക്ക് ഉറപ്പാ. കാരണം നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കൾ വളർന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയതും തല്ലുകൂടിയതും പിണങ്ങിയതും ഒക്കെ സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് സ്നേഹിക്കാൻ മാത്രമല്ലേ കഴിയൂ.
ഇതിലും വലിയ ഒരു സന്തോഷം അമ്മയ്ക്ക് വേറെ ഇല്ല മക്കളെ. നിങ്ങൾ രണ്ടുപേരും എന്നോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നതും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്ത പണിത ഈ വീടുമാണ് എൻ്റെ സ്വർഗം. എന്തോ അമ്മേ, അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടും അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴാണോ സന്തോഷം, അതോ വീട്ടിലെല്ലാവരും ഉള്ളതാണോ സന്തോഷം? അതറിയട്ടെ. അത് പിന്നെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാരും കൂടെ ചേർന്നിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. എന്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിലൂടെ മാത്രം പോകുന്ന, നമ്മളിൽ മാത്രം അടങ്ങിയിരിക്കുന്ന മധുരിക്കുന്ന നല്ല ഓർമ്മകളും അത് മാത്രം മതി എനിക്ക്. ഞാൻ ഓർക്കായിരുന്നേ, പണ്ട് നമ്മൾ കുന്നോളം അമ്പലത്തിലേടി അച്ഛനും അമ്മയും ഞാനും നീയും കൂടെ പോയ ഓർമ്മയുണ്ടോ ഉത്സവത്തിന്? പിന്നെ മറക്കാൻ പറ്റുമോ? അയ്യോ, ദീപാരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ നോക്കുന്ന സാംബശിവൻ സാറിന്റെ കഥാപ്രസംഗമാണ്. ഓ, അത് കഴിഞ്ഞ് KPSC നാടകം ഇല്ലേ അമ്മ? നേരം വെളുത്തിവിടെ വന്നപ്പോ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക്. പക്ഷെ അന്ന് നമ്മുടെ അച്ഛൻ പോലീസായിരുന്നോണ്ട് നമ്മളെ ഫ്രണ്ടിൽ ഇരുത്തിയത് നമുക്ക് നല്ലോണം കാണാൻ പറ്റിയത് കാരണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവരെയൊക്കെ പോയി പരിചയപ്പെട്ട് എന്ത് രസമായിരുന്നു. അമ്മ അച്ഛന് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പാടും, അച്ഛനും അമ്മയും കൂടെ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നില്ല? ആ നാടകത്തിന്റെ പേരെന്തായിരുന്നടാ? അത് എനിക്ക് ഓർമ്മയുണ്ട്, ജനനി ജന്മഭൂമി. ജന്മഭൂമി. ശരി, അതിനകത്തൊരു പാട്ടുണ്ട്. അമ്മയ്ക്ക് ഓർമ്മയുണ്ട്? അത് അമ്മയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പാടിയ കേട്ടെ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ.